ഹൃദയ സരസിലേ. കൂട്ടുകാരെ, നമ്മള് കെന്റ് മലയാളി അസോസിയേഷന്റെ ക്രിസ്മസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വന്നാണ്. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല മഞ്ഞ്, ഇങ്ങനെ സ്നോ ഇങ്ങനെ പെയ്യാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെയൊക്കെ മൊത്തം ഇങ്ങനെ വൈറ്റ് ആയിട്ട് കിടക്കാണ്. ഞാൻ അങ്ങോട്ട് വണ്ടിയിലോട്ട് കയറാൻ പോയപ്പോൾ ഒരു സംഗീതം എൻ്റെ കഥകളിലേക്ക് കടന്നു വന്നു. ആ സംഗീതം ആലപിച്ചത് നമ്മുടെ രാജേട്ടനാണ്. അപ്പോൾ എനിക്ക് തോന്നി ഈ മഞ്ഞത്ത് നിന്നുകൊണ്ട് രാജേട്ടൻ്റെ ഒരു സംഗീതം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. രാജേട്ടനും രാജേട്ടൻ്റെ സുഹൃത്തുക്കളും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി രാജേട്ടൻ നല്ലൊരു പാട്ട് നമുക്ക് വേണ്ടി കാഴ്ചവെക്കും. അപ്പോൾ നമ്മൾ ഈ സ്നോ ആസ്വദിക്കുന്നതോടൊപ്പം സംഗീതത്തിൽ കൂടി മഞ്ഞ് കൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ആകെ ടെൻഷനായി. അദ്ദേഹം ഒരു പാട്ട് തിരഞ്ഞെടുക്കുകയാണ്. രാജേട്ടന്റെ ഒരു വോയിസ് ഞാൻ ഇപ്പോഴേ കേട്ടെ. അപ്പൊ ഞാൻ ഈ മഞ്ഞ് നല്ലൊരു സംഗീതത്തിൽ രാജേട്ടൻ വന്ന് ഇവിടെ വന്നിട്ട് എത്രയാ 45-50 വർഷമായ ടീമാണ്. നമ്മുടെ എന്താ പറയുന്ന മെഡ്വേയില് ആദ്യം കാല് കുത്തിയ മലയാളി. ആദ്യമായിട്ട് അതിന്റെ റെസ്പെക്ട് പുള്ളിക്ക് 14 വയസ്സിൽ വന്നല്ലേ. പുള്ളി 14-ാം വയസ്സിൽ GCC പുള്ളി ഇവിടെ പാസ്സായ വ്യക്തിയാണ്. വളരെ ശക്തമായി സ്നോ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്തു നിന്നുകൊണ്ടാണ് കേട്ടോ രാജേട്ടൻ നമുക്ക് വേണ്ടി പാടാൻ ശ്രമിക്കുന്നത്. അതെ, മഞ്ഞൊന്നും കാണിച്ചേട്ടാ. അത് ഇതായാണ്. ഓഹോ, ഇപ്പൊ കുഴപ്പമില്ല, തുടങ്ങിക്കോട്ടെ. ഞാൻ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലേ. തീരെ പ്രതീക്ഷിക്കാത്ത സമയത്താണല്ലോ പാടാൻ പറഞ്ഞത്. പാട്ട് തെരഞ്ഞെടുത്ത് പാടാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു കോൾ വന്നു. അപ്പോൾ അത് കട്ട. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ. എന്നനുരാഗ തപോവന ദേവിൽ ഇന്നലെ വന്ന തപസിനെ നീ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. ഇതാണ് കലാകാരന്റെ മനസ്സ്. ഏത് പ്രതികൂല സാഹചര്യത്തിലും കല ഇങ്ങനെ നിർഗളമൊഴുകും. പക്ഷെ എന്നെ അലട്ടിയത് അതൊന്നുമല്ല. 40 വർഷം മുൻപ് UK വന്നിറങ്ങിയ
രാജേട്ടൻ ഇവിടെ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? അതൊക്കെ അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഇവിടെ പറയുന്നു. ദിസ് ഇസ് ഷാജു ആൻഡ് ഫ്രം UK.